നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലെ വിവിധ സെക്ടറുകളിലേക്കുള്ള 13ഓളം സർവീസുകൾ റദ്ദാക്കിയതായി റിപ്പോർട്ട്. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് കാരണമാണ് സർവീസ് റദ്ദാക്കിയത്. റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാർക്ക് പണം പൂർണ്ണമായും തിരിച്ചു നൽകാമെന്നും അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് മാറ്റിയെടുക്കാമെന്നുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ നൽകുന്ന വിശദീകരണം. റദ്ദാക്കിയ വിമാന സർവീസുകൾ ഇപ്രകാരമാണ്: ഇന്ന് അലൈനിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ളതും നാളെ റാസൽ ഖൈമയിൽ നിന്ന് കണ്ണൂരിലേക്കുമുള്ള സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. 11-ന് റാസൽ ഖൈമയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ളതും അബുദാബിയിൽ നിന്ന് കണ്ണൂരിലേക്കുമുള്ള സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. 13-ന് ഷാർജയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ളതും ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ളതും അബുദാബിയിൽ നിന്ന് കണ്ണൂരിലേക്കുമുള്ള സർവീസ് റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു. ഏപ്രിൽ 16-ന് കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ട ദുബായ് മെട്രോയിലെ 4 സ്റ്റേഷനുകൾ ഈ മാസം 28-നകം തുറക്കുമെന്ന് ദുബായ് RTA അറിയിച്ചു. പാസീവ്, ഇക്വിറ്റി, എനർജി എന്നീ സ്റ്റേഷനുകളിൽ അറ്റകുറ്റപ്പണികളും സുരക്ഷാ പരിശോധനകളും പൂർത്തീകരിച്ച ശേഷമാണ് സർവീസ് പുനരാരംഭിക്കുക. ബിസിനസ് ബേയിൽ നിന്ന് ഓൺ പാസീവ്, മാൾ ഓഫ് ദി എമിറേറ്റ്സ്, മഷ്റഖ്, ഇക്വിറ്റി, ദുബായ് ഇന്റർനെറ്റ് സിറ്റി എന്നീ സ്റ്റേഷനുകളിലേക്കുള്ള യാത്രക്കാർക്ക് ബദൽ സൗകര്യമെന്ന നിലയിൽ 150 ബസ് സർവീസുകൾ തുടർന്നും സർവീസ് നടത്തും. അബുദാബിയിലെ പ്രധാന പാതകളിലൊന്നായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ റോഡ് മെയ് 10 മുതൽ 2 ദിവസത്തേക്ക് ഭാഗികമായി അടച്ചിടുമെന്ന് RTA അറിയിച്ചു. രാത്രി 10 മുതൽ ഈ മാസം 13 രാവിലെ 6 വരെ അബുദാബിയിലേക്കുള്ള 3 പാതകൾ അടച്ചിടും. ചുവപ്പ് നിറത്തിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പാതകളാണ് അടച്ചിടുന്നത്. അതേസമയം പച്ച നിറത്തിലുള്ളവ അടച്ചിടില്ലെന്ന് RTA അറിയിച്ചു. ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യ 10-ൽ ഇടം നേടി ഖത്തറും UAEയും. ഗ്ലോബൽ ഫിനാൻസിന്റെ പട്ടികയിൽ 5-ാം സ്ഥാനത്താണ് ഖത്തർ. ആദ്യ 10-നുള്ളിൽ UAEയും സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. കോവിഡ് വെല്ലുവിളികൾക്കും എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്കുമിടയിൽ ഇരു രാജ്യങ്ങളും നേടിയ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ യാത്രാ ഡ്രോണുകളുടെ പരീക്ഷണ പറക്കൽ അബുദാബിയിൽ നടത്തിയതായി അധികൃതർ അറിയിച്ചു. അബുദാബി മൊബിലിറ്റി വാരത്തിന്റെ ഭാഗമായാണ് 5 2 സീറ്റുകളുള്ള ഡ്രോണുകൾ പരീക്ഷിച്ചത്. 5 സീറ്റുള്ള ഡ്രോണാണ് ആദ്യം പരീക്ഷിച്ചത്. 150 കിലോഗ്രാം വരെ ഭാരം താങ്ങാനും 250 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കാനും ഇവയ്ക്ക് ശേഷിയുണ്ട്. 2 യാത്രക്കാരുമായി 35 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുള്ള ചെറിയ ഡ്രോണാണ് രണ്ടാമത് പരീക്ഷിച്ചത്. 20 മിനിറ്റാണ് ഡ്രോൺ സഞ്ചരിച്ചത്. ഫിൻടെക്കിന്റെ മൾട്ടി ലെവൽ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് പരീക്ഷണം നടത്തിയത്. ലോക പൈതൃക ദിനത്തോടനുബന്ധിച്ച് ഷാർജ മ്യൂസിയം അതോറിറ്റി സംഘടിപ്പിക്കുന്ന UAE ആൻഡ് ചൈന സാംസ്കാരിക സംഗമം ഷാർജ ഹെറിറ്റേജ് മ്യൂസിയത്തിൽ നാളെ വൈകിട്ട് 4:30 മുതൽ രാത്രി 9 വരെ നടക്കും. ഇരു രാജ്യങ്ങളിലെയും സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. പരമ്പരാഗത സൂക്കൽ അർസയുടെ എതിർവശത്ത് ചരിത്രപ്രസിദ്ധമായ ബൈത്തൽ നബൂദയോട് ചേർന്നുള്ള ഭാഗത്താണ് ഷാർജ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. എമിറാത്തി, ചൈനീസ് പൈതൃകങ്ങൾ ആസ്വദിക്കാനുള്ള അവസരമായിരിക്കും ഇതെന്ന് സംഘാടകർ അറിയിച്ചു. ഹജ്ജ് അനുമതി പത്രമില്ലാതെ മക്കയിലേക്ക് പ്രവേശിച്ചാൽ 10,000 റിയാൽ പിഴ ചുമത്തുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നിയമം ജൂൺ 2 മുതൽ പ്രാബല്യത്തിൽ വരും. നിയമലംഘനം നടത്തുന്നവരെ നാടുകടത്തുകയും പിന്നീട് സൗദിയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും. ഹജ്ജ് ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ച് അനുമതിയില്ലാത്തവരെ ഹജ്ജിനായി കൊണ്ടുവന്നാൽ 6 മാസം വരെ തടവും 50,000 റിയാൽ വരെ പിഴയും ചുമത്തും. മക്ക, സെൻട്രൽ ഹറം ഏരിയ, മിന, അറാഫത്ത്, മുസ്തലിഫ എന്നീ പുണ്യസ്ഥലങ്ങൾ, ഹറമൈൻ ട്രെയിൻ സ്റ്റേഷൻ, സുരക്ഷാ നിയന്ത്രണ കേന്ദ്രങ്ങൾ, ഹജ്ജ് ഗ്രൂപ്പിംഗ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പെർമിറ്റില്ലാതെ പിടിക്കപ്പെടുന്നവർക്കും പിഴ ചുമത്തുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.